ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മാത്സ് എക്സാം ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ, അതായത് പി ക്യുവും പി ആറും സെയിം ആണ്. ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ എത്രയാണ്? ആർ എന്ന് പറഞ്ഞതും എന്തായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി എന്താ? ഫൈൻഡ് ആംഗിൾ പി. ഇനി ആംഗിൾ പി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ 2 ആംഗിൾ അറിയാം, ക്യൂവും അറിയാം, ആറും അറിയാം. ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180 മൈനസ് ഈ 40 + 40 ചെയ്യുക. അതായത് 40 കൂടി കൂട്ടിയിട്ട് ആ കിട്ടിയ ആൻസർ 180 നിന്ന് കുറക്കുക. അങ്ങനെ കുറച്ച് നമുക്ക് 180 മൈനസ് 80 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 100. ഇനി എന്താ? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് 50. 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് x-1, x+1 അങ്ങനെയാണ് എടുക്കുക. നമ്മളെപ്പോഴും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് എടുക്കുക. സെൻട്രലത്തെ x എടുക്കും, പിന്നെ ഇപ്പോഴത്തെ x-1ഉം അപ്പുറത്തെ x+1 എടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x-1 + x+1 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രലത്തെ നമ്പറാണ്. അപ്പോൾ സെൻട്രലത്തെ നമ്പർ 5 ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് വരും? 4 വരും, 6 വരും. ഇനി എന്താ? ഇനി മൂന്നാമത്തെയാണ് റൈറ്റ് 2 pairs ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ. ഇതിൽ ഈക്വൽ ട്രയാങ്കിൾസ് ഏതാണ്? അപ്പോൾ 6ഉം 7ഉം 4ഉം ആണ്. ഇവിടെയും 6ഉം 7ഉം 4 ആണ്. അപ്പോൾ കൂട്ടുകാർ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആംഗിൾ എക്സ് ആണ് ആംഗിൾ ആറിനോട് ഈക്വൽ ആയിട്ടുള്ളത്. ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അങ്ങനെ ആംഗിൾ സെഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കതിലെ 4th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 12-sided പോളിഗൺ. എന്താണ്? ഒരു 12-sided പോളിഗൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 10 × 180 ആയിരിക്കും. അതായത് n-2 × 180 ആണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ n-2 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12 - 2 × 180. 12 - 2 ചെയ്താൽ നമുക്ക് 10 കിട്ടും. 10 × 180 ചെയ്താൽ നമുക്ക് 1800 ഡിഗ്രി എന്ന് കിട്ടും. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോൺ എ റെഗുലർ ഹെക്സഗൺ. ഒരു റെഗുലർ ഹെക്സഗൺ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എന്തായിരിക്കും? ABC എന്തായിരിക്കും? ഒരു റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 720 ആണ് വരിക. ഒരു റെഗുലർ ഹെക്സഗണ് 6 ഈക്വൽ പാർട്സ് ഉണ്ട്, 6 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ 720 നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ആംഗിൾ CBG എത്രയായിരിക്കും? ഇപ്പോൾ ABC എന്ന് പറയുന്നത് 120 ആണ് നമുക്ക് കിട്ടി. ആ ഫുള്ള് അത് ലീനിയർ പെയറാണ് ആംഗിൾ CBG എന്ന് പറയുന്നത്. ഫുള്ളും ആംഗിൾ 180 ആണ്. അപ്പോൾ 180 നിന്ന് 120 കുറച്ചാൽ നമുക്ക് ആ ആംഗിൾ CBG കിട്ടും. CBG ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 6th ക്വസ്റ്റ്യൻ, ABC ഈസ് എ പാരലലോഗ്രാം. DN ആൻഡ് BM ആർ പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ദ ഡയഗണൽ AC. അപ്പോൾ ഇതൊരു പാരലലോഗ്രാം ആണ് ABCD എന്ന് പറയുന്നത്. അതിൽ DNഉം BMഉം പെർപെൻഡിക്കുലർ ആണ്. ACക്ക് വരച്ചിട്ടുള്ള 2 പെർപെൻഡിക്കുലർ ലൈനാണ് DNഉം അതുപോലെ തന്നെ BMഉം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ആംഗിൾ ഈക്വൽ ടു BAC. BACനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? B നോക്കുക, A നോക്കുക, C നോക്കുക. ഏതായിരിക്കും? ആംഗിൾ ACD ആയിരിക്കും. കൂട്ടുകാർക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഈക്വൽ ആംഗിൾസ് ഓഫ് റൈറ്റ് ട്രയാംഗിൾ CND ആൻഡ് AMB. റൈറ്റ് ദ ഈക്വൽ ആംഗിൾസ് ഏതാണ്? ഈക്വൽ ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ CND ആണ്. ആംഗിൾ CND അതുപോലെ തന്നെ ആംഗിൾ AMBനോട് ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ DCN ഈസ് ഈക്വൽ ടു ആംഗിൾ BAM. ആംഗിൾ CDN ഈസ് ഈക്വൽ ടു ആംഗിൾ ABM.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 7th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 85 ആൻഡ് ഡ്രോ ഇറ്റ്സ് ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ എന്താണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനാണ്. ആദ്യം 85 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ വരച്ചിട്ട് അതിന് ബൈസെക്ടർ ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊട്രാക്ടറിൽ എന്ത് ചെയ്യണം, 85 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ ജോയിൻ ചെയ്തിട്ട് ആദ്യം 85 ഡിഗ്രി വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ബൈസെക്ടർ വരച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ തന്നിരിക്കുന്ന പോലത്തെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. നമ്മളിത് ചെയ്യാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ്, റെഡ് ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്. ഒരു ബോക്സിൽ വൈറ്റ് ബോളും ഉണ്ട്, റെഡ് ബോളും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ബോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. അപ്പം എന്താണ് ദ നമ്പർ ഓഫ് റെഡ് ബോൾസ്? റെഡ് ബോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വൈറ്റ് ബോളിൻ്റെ ഡബിളാണ്. ആൻഡ് ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾ ഈസ് 3 times ദാറ്റ് ഓഫ് ദ വൈറ്റ് ബോൾ. വൈറ്റ് ബോളിനേക്കാൾ 3 മടങ്ങാണ് എന്നിൻ്റെ 3 times ആണ് എന്ത് ബ്ലൂ ബോൾ. ഇഫ് ദ ബോക്സ് കണ്ടെയ്ൻ 24 balls ഇൻ ടോട്ടൽ. അപ്പോൾ ടോട്ടൽ 24 balls ഉണ്ടെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോൾസ് ഓഫ് ഈച്ച് കളർ. അപ്പോൾ ഓരോ കളറിലും എത്ര എണ്ണം വീതം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം വൈറ്റ് ബോളിൻ്റെ 2 മടങ്ങാണ് എന്ത് റെഡ് ബോൾ. അപ്പോൾ നമുക്ക് വൈറ്റ് ബോളിനെ നമുക്ക് എക്സ് ആയി കൺസിഡർ ചെയ്താൽ റെഡ് ബോളിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 2x. 2 മടങ്ങാണ്. 2 മടങ്ങായതുകൊണ്ട് നമ്മൾ 2x എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് ബ്ലൂ ബോൾ എന്ന് പറയുന്നത് വൈറ്റ് ബോളിൻ്റെ 3 മടങ്ങാണ്. ത്രൈസ് ആണ്. വൈറ്റ് ബോൾ x ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബോൾ എന്തായിരിക്കും? 3x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ എത്ര എണ്ണാന്നാണ് പറയുന്നത്? ടോട്ടൽ 24 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം കിട്ടിയ x + 2x + 3x which is equal to 24 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് ഒക്കെ കൂടി ആഡ് ചെയ്യണം. 3, 4, 5, 6. 6x എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും. അതായത് എക്സ് വൈറ്റ് ബോളാണ് എക്സ്, ആ എക്സ് ആണ് 4. അങ്ങനെയാണെങ്കിൽ റെഡ് ബോൾ എന്ന് പറയുന്നത് 2x ആണ്. അതായത് 2 × 4 8 ആയിരിക്കും. ഇനി അടുത്ത ബോൾ ഏതാണ്? ബ്ലൂ ബോൾ എന്ന് പറയുന്നത് 3x ആണ്. അതായത് 3 × 4 ആയിരിക്കും. 3 × 4 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.